ഞാനുണ്ടല്ലോ ഇന്ന് കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ റണ്ണിങ് മെറ്റീരിയലൊക്കെ മേടിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്ത കുറച്ച് ഡ്രസ്സൊക്കെ നിങ്ങളെന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു. അപ്പം എനിക്കിങ്ങനെ ഡ്രസ്സിൻ്റെ വീഡിയോസൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ കണക്ക് ഡ്രസ്സിൻ്റെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പം ആദ്യമേ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് തന്നെ കാണിച്ചു തരാം. ഒരുപാട് വെച്ച് താമസിപ്പിക്കാതെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇത് നമ്മുടെ ഒരു ജോർജറ്റ് മെറ്റീരിയൽ എടുത്തിട്ട് അതിൽ കട്ട് ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ലേസ് ഇങ്ങനെ മേടിക്കാൻ കിട്ടുമല്ലോ ലേസായിട്ട്. ആ ലേസാണ് ഒരു 2 ലെയറിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതിനൊരു ലേസ് തന്നെ കുറച്ച് വളഞ്ഞ വളഞ്ഞ ഒരു ഡിസൈനുള്ളൊരു ലേസാണ്. അപ്പോൾ അത് ഞാൻ അതേപോലെ തന്നെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കായിട്ട് കുറച്ച് സ്വീക്കൻസും വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് കളറിലെ സെയിം ടോൺ തന്നെ സ്വീക്കൻസും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താണ് ബ്ലാക്ക് ബോട്ടം വെച്ച് തന്നെയാണ് സ്റ്റൈൽ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഷോളും. ഇതിപ്പോൾ കാഷ്വലായിട്ട് നമുക്ക് എവിടെയെങ്കിലും അത്യാവശ്യം എവിടെ വേണമെങ്കിലും പോകാം. ഒരു മാർക്കറ്റിൽ പോകുമ്പോഴാണെങ്കിൽ ഇട്ടുകൊണ്ട് പോവാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കുറച്ച് നല്ല റിച്ച് ആയിട്ടുള്ള ഷോൾ ഇടുവാണെങ്കിൽ ഇത് വേറൊരു ലുക്കിൽ കുറച്ച് ചെറിയ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇട്ടുകൊണ്ട് പോകാം പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുന്ന ഷോളിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ ഒരു ലുക്ക് മാറും. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇത് കുറേ നാളായിട്ട് ഇത് ഇട്ടുകൊണ്ട് നടക്കുന്നതാണ്. പിന്നെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഷോൾ ഇട്ടിട്ടും ഷോൾ ഇടാതെ ഇട്ടാലും ഭയങ്കര വ്യത്യാസമാണ്. ഒരു മാരക വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇനി അടുത്തത് നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിപ്പം ഇട്ട് കാണിച്ചു തരാമേ. ഒന്ന് ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ കാണിക്കാം, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് സാധനം കാണാം. ഈ കുർത്തിയുടെ കൂടെ സാധാരണ ഞാൻ ഷോളൊന്നും ഇടാതെയാണ് ഇടുന്നത്. പിന്നെ ഇടുവാണെങ്കിൽ തന്നെ ഒരു ലാവണ്ടർ കളറിലൊരു ദുപ്പട്ടയാണ് സാധാരണ ഞാൻ ഇടാറുള്ളത്. പിന്നെ ഇപ്പം കൈ കിട്ടിയത് അങ്ങ് എടുത്ത് ഇട്ടതേ ഉള്ളൂ. കുഴപ്പമൊന്നും എനിക്ക് തോന്നിയൊന്നുമില്ല. ഒരു ബനാറസി ദുപ്പട്ടയാണിത്. ഇനി നമ്മൾ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് എന്താണ് വേണ്ടേ, നമ്മുടെ കോട്ടൺ റയോൺ അല്ലല്ലോ, കോട്ടൺ സിൽക്ക് ഫാബ്രിക്കാണ് ഇത്. കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിൽ ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് വയലറ്റ് കളർ ഇപ്പോൾ തോന്നിക്കുന്നെങ്കിൽ ഇതൊരു 2 ഷെയ്ഡാണ്. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരു ബ്ലൂവും പിന്നെ ഒരു ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡും കൂടെ ഒരു ഡബിൾ ഷെയ്ഡ് തോന്നിക്കും. നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഒരു 2 ഷെയ്ഡ് തോന്നിക്കുന്ന ഒരു ഫാബ്രിക്കാണ്. അതിനൊരു പ്രത്യേക എന്തോ ഒരു പേര് പറയും ഈ 2 ഷെയ്ഡ് വരുന്നതിന്. അതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അതിൽ ഞാനൊരു ഡീപ്പായിട്ട് ഒന്നുകൂടെ കാണിച്ചത് ഡീപ്പ് ഒരു വി നെക്കിലൊരു ഡീപ്പ് വി പോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അകത്തൊരു പാച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഒരിങ്ങനെ ചതുരത്തിൽ അതാണ് അതിൻ്റെ ഒരു കഴുത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് നമ്മുടെ ഷുഗർ ബീഡ്സ് വെച്ച് ഇങ്ങനെ കുറച്ച് ഫ്ലവർ, അതായത് നമ്മുടെ റോസാപ്പൂ എന്നൊക്കെ പറയാം. എല്ലാത്തിനും ഒരു ഈവൻ ഷേപ്പൊന്നുമില്ല, പല ഷേപ്പിലുള്ള ഫ്ലവേഴ്സാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സാധാരണ സൂചി നൂലും ഒക്കെ വെച്ചിട്ട് തുന്നി പിടിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ പിങ്കും ഒരു സിൽവർ കളറിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് തയ്ച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പാനൽ ഫിറ്റിൻ്റെ ഈ സെയിം തന്നെ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ബോട്ടം പാനൽ ഫിറ്റ്, ബാക്കിൽ എലാസ്റ്റിക്കും ഫ്രണ്ടിൽ എലാസ്റ്റിക്കൊന്നും ഇല്ലാത്തൊരു ബോട്ടമാണ് തയ്ച്ചിട്ടുള്ളത്. അപ്പം ഇതും കൂടെ ഇട്ട് കാണാം. ഇതിന് ഞാൻ പ്രത്യേകിച്ച് ഷോളൊന്നും ഇല്ലാതെയാണ് ഇടുന്നത്. അപ്പം ഷോൾ ഇല്ലാതെ ഇട്ടാൽ മതി. ഇതിൻ്റെ കൂടെ ഷോൾ ഇടാത്തതായിരിക്കും കുറച്ച് നല്ലതെന്ന് തോന്നി. അപ്പം അതും കൂടെ ഒന്ന് കാണാം. മൊത്തത്തിൽ കുറേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ കുറച്ച് ഇരുട്ടിപ്പോയി. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ക്ഷമിക്കുക. അടുത്ത വീഡിയോ നമുക്ക് ശരിയാക്കാന്നേ. അടുത്ത സംഭവം കാണാവേ. അടുത്ത ഡ്രസ്സ് എന്തുവാന്ന് നോക്കാം. അപ്പോൾ ഇതിവിടെ വയ്ക്കാം. ഇനി അടുത്തത് നമ്മുടെ റയോൺ മെറ്റീരിയൽ. റയോൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൂങ്ങി ഒതുങ്ങി നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് പോലും അറിയാൻ മേലാത്ത അത്ര സുഖമാണ് ഈ റയോൺ മെറ്റീരിയൽ ഇടുമ്പോഴത്തേക്കിന്. അത് കാരണം എനിക്ക് റയോൺ മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം റയോൺ മെറ്റീരിയൽ കുറേ കാർഡൻ പ്രിൻറ്റ് ഭയങ്കര അങ്ങനെ എന്തൊക്കെയോ പ്രിൻറ്റുകൾ ഇങ്ങനെ വാരി വിതറിയിട്ടുണ്ട്. അതിലൊരു ഗോൾഡൻ കളർ പ്രിൻറ്റും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പല കളറുണ്ട്. എന്തോ ബ്ലൂ ഉണ്ട്, പിന്നെ എന്തോ കുറച്ച് ലൈറ്റ് പച്ച, പിന്നെ അങ്ങനെ കുറേ ഏതാണ്ടൊക്കെ കളറൊക്കെ ആയിട്ട് ഭയങ്കര വലിയ പ്രിൻറ്റ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗോൾഡ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ നമുക്കൊരു കോളർ ഉണ്ടെന്ന് കോളർ അല്ലാത്ത ചുരിദാർ ഒരു കോളർ ഉണ്ടെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു നെക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഒരു നെക്ക്. ഈ നെക്കിന് എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതിൽ കുറച്ച് ഷോ ബട്ടൺസ് ഒക്കെ വെച്ചിട്ട് ഫ്രണ്ട് ഓപ്പൺ അല്ല, പക്ഷെ ഓപ്പൺ ആണെന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരു പടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ബട്ടൺസൊക്കെ പിടിപ്പിച്ച് ഫ്രണ്ടിൽ ഒരു സ്ലിറ്റുണ്ട്, പിന്നെ സൈഡിൽ സ്ലിറ്റുണ്ട്. അങ്ങനത്തെ ഒരു എ ലൈൻ എന്ന് പറയാമെന്ന് തോന്നുന്നു. എ ലൈനോ അടിയിൽ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ യു ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് കട്ടല്ല, യു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഫ്രണ്ടിൽ ഇത് ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല.
അപ്പോൾ അങ്ങനത്തെ ഈ ഒരു റയോൺ സാധനമാണ് തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെന്താ ഇങ്ങനെ കുറച്ച് ഷോ ബട്ടൺസ് ഒക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ, ആ സാധനം മേടിച്ച് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. ഫ്രണ്ടിൽ സ്ലിറ്റ്, സൈഡിൽ സ്ലിറ്റ് ഉണ്ട്. പിന്നെ കയ്യിൽ നമ്മൾ കുറച്ച് എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. നോർമൽ സ്ലീവ് കട്ട് ചെയ്തിട്ട് കുറച്ച് ലൂസായിട്ട് കട്ട് ചെയ്തിട്ട് ഈ തുമ്പത്ത് മാത്രം എലാസ്റ്റിക് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടുമ്പോഴത്തേക്കിന് മനസ്സിലാവും. അപ്പം ഞാൻ ഇട്ട് കാണിച്ചു തരാവേ. അതിന് മുമ്പ് ഇതിൻ്റെ ബോട്ടം എന്ന് പറയുന്ന പെൻസിൽ ഫിറ്റ് സെയിം കളറ്, പ്രിൻ്റ് ഒന്നും ഇല്ലാതെ സെയിം മെറൂൺ കളറിലെ ബോട്ടമാണുള്ളത്. അത് ഞാനിപ്പം എടുത്തില്ലെന്ന് തോന്നുന്നു, ഇടുമ്പം നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇനി ഇതിട്ടിട്ട് വരാം. റയോൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാറ്റിലിങ്ങനെ ഒഴുകി നടക്കുന്ന പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കൂളായിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. എനിക്ക് അതുകൊണ്ട് തന്നെ റയോൺ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയുണ്ട് ഇത്? നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഇതുണ്ടല്ലോ, ഇത് നമ്മുടെ വിചിത്ര സിൽക്ക് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ അലമാരയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു സാധനത്തിൻ്റെ കാര്യം ഞാൻ മറന്നേ പോയി. ഇങ്ങനെ ഒരു തുണി ഇവിടെ വീട്ടിലിരിക്കുന്ന കാര്യം മറന്നുപോയി. അങ്ങനെ ചില സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടിങ്ങനെ തയ്യക്കാർക്ക് അറിയാൻ പറ്റും. നമ്മൾ മേടിച്ചിട്ട് തയ്ക്കാതെ ഇങ്ങനെ കുറേ നാൾക്ക് ശേഷം തയ്ക്കുന്നത്. അപ്പം വിചിത്ര സിൽക്ക് ഇപ്പം നെക്കിൽ ചുമ്മാ ഒരു സ്റ്റോണാണ് കേട്ടോ, വൈറ്റ് സ്റ്റോൺ, ഒരു ഗോൾഡൻ ചുറ്റിന് വന്നിട്ട് വൈറ്റ് സ്റ്റോൺ അതിങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുവാണ്. അത് മാത്രമേ ഉള്ളൂ, ഒരു നെക്ക് വന്നിട്ട് അങ്ങനെ സംഭവം. ഇനി അതിൻ്റെ കയ്യിൽ ഇങ്ങനെ കുറച്ച് സ്റ്റോൺസ് ഇങ്ങനെ ഇവിടെ ആയിട്ട് തുന്നി തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിലും സ്ലീവിൽ ലൈനിങ് ഇട്ടിട്ടില്ല. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ സെയിം ടോണിൽ തന്നെ വിചിത്ര സിൽക്ക് അല്ല ഫാബ്രിക്ക്, ഈ കളറിൽ തന്നെ ഒരു ബോട്ടമാണ്, ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടമാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത്. അത് ഞാൻ തന്നെ തയ്ച്ചതാണ്. അപ്പം അതും കൂടെ കാണിച്ചു തരാം. ഇതാണ് ആ ബോട്ടം. അപ്പോൾ ഇതും കൂടെ ഞാൻ ഇട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് നോക്ക്. കുറച്ച് സിമ്പിളായിട്ടുള്ള വർക്കൊക്കെ തന്നെയാണ്. എന്നാലും നെക്കിലും കയ്യിലും ഒക്കെ പിടിപ്പിച്ചിരിക്കുന്ന ആ കല്ലൊക്കെ ഇട്ടപ്പോൾ കുറച്ചുകൂടെ ഭംഗി എനിക്ക് തോന്നിച്ചേ. പിന്നെ കുറച്ച് വീഡിയോയും കൂടെ ഉണ്ട് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ വെച്ച് കുർത്തി തയ്ച്ചത്. അപ്പോൾ അതൊരു അടുത്ത പാർട്ടായിട്ട് കാണിക്കാം. ഈ വീഡിയോ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.